നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. ഇന്ന് പുലർച്ചെ മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തിടപ്പള്ളിയുടെ വാതിൽ വഴിയാണ് മോഷ്ടാവ് അകത്തു കടന്നത്. 2 അടിയോളം വലുപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി. ഇതിന് സമീപത്തെ മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. 2 പേർ മുഖം മറച്ച് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പോക്സോ കേസിൽ 53-കാരന് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. 2023 ജൂണിലും 2024 ഫെബ്രുവരി മാസത്തിലും 14 വയസ്സുള്ള ആൺകുട്ടിയെ തൊടിയൂർ ദാറുറഹ്മ യത്തീംഖാന പള്ളി ഹാളിൽ വെച്ച് പലതവണ ലൈംഗികാതിക്രമം നടത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പെരുമ്പടപ്പ് കോടത്തൂർ തലക്കാട്ട് വീട്ടിൽ ആലിക്കുട്ടി മകൻ അബ്ദുള്ളക്കുട്ടിയെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 7 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 5 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായിരുന്ന വെൺമേനാട് മനക്കോട്ട് വീട്ടിൽ അബ്ദുൽ ഖാദർ മകൻ 53 വയസ്സുള്ള അബ്ദുൽ കരീം എന്ന 2ാം പ്രതിയെ കുട്ടി വിവരമറിയിച്ചിട്ടും അധികൃതരെ അറിയിക്കാതെ വീഴ്ച വരുത്തിയതിന് 6 മാസം വെറും തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അടയ്ക്കാത്ത പക്ഷം 1 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ GASI ഉഷ TV ആൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI ഷബീബ് റഹ്മാൻ FIR രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തി. SI വിജിത് KV തുടരന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. SCPO ഷിജു കേസന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷൻ 15 സാക്ഷികളെ വിസ്തരിക്കുകയും 28 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസറും CPOയുമായ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 കാറും 2 ലോറികളുമാണ് അപകടത്തിൽപ്പെട്ടത്. 4 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പുലർച്ചെ കനത്ത മഴയുണ്ടായിരുന്ന സമയത്താണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവം അറിഞ്ഞ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. പാഞ്ഞാൾ കൃഷിഭവനു കീഴിൽ കിള്ളിമംഗലം ആലമ്പുഴ പാടശേഖരത്തിൽ കൃഷി ചെയ്ത് വിളവെടുത്ത നെല്ല് 22 ദിവസം പിന്നിട്ടിട്ടും വിൽക്കാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് 3 പതിറ്റാണ്ടിലേറെ നെൽകൃഷി ചെയ്യുന്ന കിള്ളിമംഗലം മനക്കത്തൊടിയിൽ സുധീഷ്. സപ്ലൈകോ നെല്ല് സംഭരണത്തിന് കാലടിയിലെ മില്ലുകാരെയാണ് നിയോഗിച്ചത്. മില്ലുകാരുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന പഴയന്നൂർ പാറയ്ക്കൽ സ്വദേശി ഗുണനിലവാരം സംബന്ധിച്ച് സപ്ലൈകോ പാടി ഇൻസ്പെക്ടർ നൽകിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അകാരണമായി 3% കിഴിവ് ആവശ്യപ്പെട്ടത് കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തതാണ് സുധീഷിന് പ്രതിസന്ധിയായത്. ബന്ധപ്പെട്ട അധികാരികളോടും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോടും പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാകാത്തത് സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നിലപാടുകൾക്ക് ഉദാഹരണമാണെന്നും എത്രയും പെട്ടെന്ന് സംഭരിച്ച 60,000 കിലോ നെല്ല് ഏറ്റെടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഇടപെടലുണ്ടാകണമെന്നും വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു. കമ്മിറ്റി അംഗം Y ഹിഷാം സന്നിഹിതനായിരുന്നു. എന്നാലും 21 ദിവസം കഴിഞ്ഞിട്ടും നെല്ല് വിൽക്കാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ കർഷകനായിട്ടുള്ള നമ്മുടെ സുധീഷേട്ടനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നെല്ല് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇത് വിൽക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ് അഭിവാദ്യങ്ങൾ. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 2026-27 വാർഷിക പദ്ധതികളുടെ നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയമ്പറമ്പിൽ മുഖ്യാതിഥിയായി. കരട് വികസന രേഖയുടെ പ്രകാശനം CG രഘുനാഥ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരന് നൽകി നിർവഹിച്ചു. വികസനകാര്യ ചെയർപേഴ്സൺ VK ഭാസൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ VV തിലകൻ, നിവ്യ റനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു.
തൃശൂർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നിലവിലെ ഭരണസമിതി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾക്കു നേരെ നടത്തുന്ന അന്യായമായ നടപടികൾക്കെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഭരണസമിതിയുടെ ഒത്താശയോടെ ചില NITUC നേതാക്കൾ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും CITU അംഗങ്ങളെ അന്യായമായി സ്ഥലം മാറ്റി ഉത്തരവിറക്കുകയും ചെയ്തു. ദിവസവേതനക്കാരായ തൊഴിലാളികളുടെ ശമ്പളം കഴിഞ്ഞ മാസം 10-ാം തീയതിക്ക് ശേഷമാണ് ലഭിച്ചത്. ശുചീകരണ തൊഴിലാളികൾക്ക് ശുചീകരണ സാമഗ്രികൾ, തുന്നൽക്കൂലി, തൃശൂർ പൂരത്തിന് ലഭിക്കേണ്ട ആനുകൂല്യവുമാണ് സമരക്കാർ ഉന്നയിച്ച മറ്റാവശ്യങ്ങൾ. തൃശൂർ കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി KS സെന്തിൽകുമാർ അധ്യക്ഷനായ പ്രതിഷേധ ധർണ CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KG സന്ധ്യ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെറിൻ വിൻസെന്റ്, KM സജീവ്, കോർപ്പറേഷനിലെ LDF കൗൺസിലർമാർ തുടങ്ങിയവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പഴയകാല നാടക, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്ര ഭാരവാഹിയുമായ വെള്ളാറ്റഞ്ഞൂർ MGS നായർ അന്തരിച്ചു. ഗ്രാമീണ നാടക കലാപ്രവർത്തനം വെള്ളാറ്റഞ്ഞൂരിൽ നിലച്ചുപോയ ഘട്ടത്തിൽ തുടർ പ്രവർത്തനങ്ങളിലൂടെ സജീവമാക്കിയതിൽ പ്രമുഖനായിരുന്നു MGS നായർ. ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കലാപ്രവർത്തനങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് MGS. ഉപഭോഗ സംസ്കാരവും പുത്തൻ സാമ്പത്തിക ശാസ്ത്രവും പഴയ കാലഘട്ടത്തിൽ വെല്ലുവിളികളായിരുന്നുവെങ്കിലും അത് അതിജീവിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. ഉത്സവപ്പറമ്പുകളിലും മറ്റു ഗ്രാമീണ ഉത്സവങ്ങളിലും നിറഞ്ഞു നിന്ന ഗ്രാമീണ നാടകങ്ങൾക്കു പകരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പാണ് നാടക പ്രവർത്തനം ഹരമായി കൊണ്ടു നടന്നിരുന്ന വെള്ളാറ്റഞ്ഞൂർ മഠത്തിൽ ശങ്കരൻകുട്ടി നായർ എന്ന MGS നായർ നാടകരംഗത്തെത്തുന്നത്. 1960-ൽ ആദ്യം നടനായും പിന്നീട് നാടക രചയിതാവും സംവിധായകനുമായി നാടകരംഗത്ത് നിറഞ്ഞു നിന്നു. വെള്ളാറ്റഞ്ഞൂർ മഹിളാ സമാജം ഉദ്ഘാടനവുമായുണ്ടായ തർക്കമാണ് സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കിയത്. തൊട്ടടുത്ത സ്കൂളുകളായ എരുമപ്പെട്ടി, വേലൂർ, ചൂണ്ടൽ തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി ഏകാംഗ നാടകങ്ങൾ എഴുതി വടക്കാഞ്ചേരി ബ്ലോക്ക് തലത്തിൽ കിരാലൂരിൽ നടന്ന 7 ദിവസ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പുലിയന്നൂർ കേന്ദ്രമാക്കി അമ്പിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകി. ജീവിതത്തിന്റെ യൗവനകാലം മുഴുവൻ നാടക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച MGS തുടർന്നുള്ള കുറച്ചു വർഷം ജീവിത പ്രശ്നങ്ങൾ മൂലം നാടകരംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റും ഭരണസമിതി രക്ഷാധികാരി, വെള്ളാറ്റഞ്ഞൂർ NSS കരയോഗം പ്രസിഡന്റ് എന്നീ നിലയിലും ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർ എന്ന നിലയിലും പ്രവർത്തിച്ചു. നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേലൂർ ഈഫ് ക്രിയേഷൻസ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അസുഖം മൂലം വിശ്രമത്തിലായിരുന്നുവെങ്കിലും നിലച്ചുപോയ നാടക പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിന്റെ വിശ്രമവേളയിലും വീണ്ടും നാടകമെഴുതി പുതുജീവൻ പകരാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായിരുന്നു ഭാര്യ ചന്ദ്രമതിയമ്മ. ജയപ്രകാശ്, രാജേഷ്, രജനി തുടങ്ങിയവരാണ് മക്കൾ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതിക്ക് കടങ്ങോട് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. എയ്യാലിൽ 14, 15, 16 വാർഡുകളിലെ കർഷകരും ജനപ്രതിനിധികളും യോഗം ചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഷൂട്ടർമാരായ EI അലക്സ്, KT ജെയിംസ്, MK സുദർശനൻ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ നിർമ്മാർജ്ജനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഗീതാരാജൻ നേതൃത്വം നൽകി. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റിയും ബൈത്തു സക്കാത്ത് കേരള പെരുമ്പിലാവ് ചാപ്റ്ററും സംയുക്തമായി സക്കാത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ഇത്തിഹാദുൽ ഉലമ കേരള സെക്രട്ടറിയും ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ഈസ്റ്റ് പ്രസിഡന്റുമായ സമീർ കാളികാവ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് P മുനീർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K അനീസുദ്ദീൻ സ്വാഗതവും ജനറൽ കൺവീനർ അബ്ദുൾ ഹമീദ് പട്ടിശ്ശേരി നന്ദിയും പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് 10-ാം വാർഡ് അറക്കലിൽ CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച റഹ്മത്ത് അഷ്റഫ് അടക്കം 8 പേർ CPI വിട്ട് CPM-ൽ ചേർന്നു. CPM കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AN മുരളീധരൻ, KB ജയൻ, ലോക്കൽ സെക്രട്ടറി അജിത് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ എന്നിവർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. സ്വജനപക്ഷപാതമില്ലാതെ മതനിരപേക്ഷത ചേർത്തുപിടിക്കുക എന്നതിൽ CPM എടുക്കുന്ന നിലപാടാണ് CPI വിടാനും CPM-ൽ ചേരാനുമുള്ള നിലപാടെടുത്തതെന്ന് ഇവർ പറഞ്ഞു.
ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ വാഹന പര്യടനത്തിന് കുന്നംകുളത്ത് സ്വീകരണം നൽകി. ആരോഗ്യമേഖലയിലെ വികസന രേഖകൾ, ലഭ്യമായ സേവനങ്ങൾ, ആരോഗ്യ സന്ദേശങ്ങൾ എന്നിവ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി തൃശൂർ ജില്ലയിൽ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് വാഹനം കുന്നംകുളത്തെത്തിയത്. കുന്നംകുളത്തെത്തിയ വാഹനത്തെ കുന്നംകുളം നഗരസഭ, ആർത്താറ്റ് കുടുംബാരോഗ്യ കേന്ദ്രം, കുന്നംകുളം താലൂക്ക് ആശുപത്രി, പൊർക്കളേങ്ങാട് അർബൻ ഹെൽത്ത് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരിച്ചു. ആർത്താറ്റ് ജംഗ്ഷൻ, കുന്നംകുളം മുനിസിപ്പാലിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണ ചടങ്ങുകൾ. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും വാഹനത്തിന്റെ പര്യടനം ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ആർത്താറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് പ്രേംരാജ് KR സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, മറ്റ് നഗരസഭാ കൗൺസിലർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ സംബന്ധിച്ചവർ നല്ല ആരോഗ്യശീലങ്ങൾക്കായുള്ള ആരോഗ്യ പ്രതിജ്ഞ എടുത്തു. ജീവിതശൈലി രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായുള്ള വൈബ് ഫോർ വെൽനസ് പരിപാടിയിൽ ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും പൊതുജനങ്ങളും ചേർന്ന് സുംബ അവതരിപ്പിച്ചു. തുടർന്ന് കിഴൂർ വിവേകാനന്ദ കോളേജിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും ആരോഗ്യ ബോധവൽക്കരണ സ്കിറ്റും അരങ്ങേറി. ആർത്താറ്റ് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി UR നന്ദി പറഞ്ഞു. കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ ആഭിമുഖ്യത്തിൽ DCC സെക്രട്ടറിമാരായി നിയമിച്ച ഉമ്മർ മുക്കണ്ടത്തിനെയും CA ഗോപപ്രതാപനെയും അനുമോദിച്ചു. KPCC സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. അന്നലാങ്ങുന്ന കരുണാഭവനിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷനായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഷിബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടത്തിയ റമളാൻ കിറ്റ് വിതരണം പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബൈദ പാലക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TA ഐഷ, രതീഷ്, ഷഹന ഷിഹാബ്, സലീം കുന്നമ്പത്ത്, പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ, മൈനോരിറ്റി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി KH ഷാഹുൽ, OICC പോർച്ചുഗൽ ഘടകം പ്രസിഡന്റ് ഷഹീർ നമ്പിശ്ശേരി, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി അയ്യൂർ അയ്യമലക്കാവ് ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റം നടന്നു. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒറ്റപ്പാലം തോട്ടപ്പായമന ശ്രീരാജ് തിരുമേനി പൂരം കൊടിയേറ്റി. ഫെബ്രുവരി 26 വ്യാഴാഴ്ച പൂരം ആഘോഷിക്കും. പൂരദിവസം ആന എഴുന്നള്ളിപ്പും ശിങ്കാരിമേളം, കരിങ്കാളി തുടങ്ങിയ വേല ആഘോഷ പരിപാടികളും ഉണ്ടാകുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KR സുബ്രഹ്മണ്യൻ, കോമരം ചന്ദ്രൻ കണ്ടിരുത്തി, ജയപ്രകാശ്, KV മോഹനൻ, KK ബാലൻ തുടങ്ങിയവർ അറിയിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പറവകൾക്ക് സ്നേഹതണ്ണീർക്കുടം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെർമൽ കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഡയാലിസിസ് സെന്ററിൽ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SI KA ഡേവി മുഖ്യാതിഥിയായി. സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് ബ്രോഷർ കൈമാറ്റം നടത്തി. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി. കുടുംബകൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് PJ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,830 രൂപ, സ്വർണം പവന് 1,18,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം. പെരുമ്പിലാവ് പ്രിയദർശിനി നഗർ റോഡിൽ തൽഹത്ത് മൻസിലിൽ സജിത് റഹ്മാൻ ഭാര്യ ബുഷറ നിര്യാതയായി. 45 വയസ്സായിരുന്നു. അജ്മൽ അബ്ദുറഹ്മാൻ, നൂരി ഫാത്തിമ എന്നിവർ മക്കളാണ്. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. അഞ്ഞൂർ മാറോക്കി വർക്കി മകൻ ബാബു നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. സ്റ്റെല്ല ഭാര്യയാണ്. നിഖിൽ, നിതിൻ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ വട്ടപ്പറമ്പിൽ അബൂബക്കർ നിര്യാതനായി. 67 വയസ്സായിരുന്നു. ഖബറടക്കം എരുമപ്പെട്ടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കും. സൈനബ ഭാര്യയും റൌഫ് മകനുമാണ്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.